എന്നാലും ഉണ്ണിയേട്ടാ, നിങ്ങൾ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ ഈ വീട്. ഇതമ്മ മഹേഷിന് കൊടുക്കാന്നൊക്കെ പറഞ്ഞാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മൃദുല പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ വേദന നിറഞ്ഞ ഒരു ചിരി അവൾക്ക് പകരമായി കൊടുത്തു. അവളുടെ സ്വർണവും ഈ വീട് വെക്കുന്ന സമയത്ത് താൻ വാങ്ങി പണയം വെച്ചിരുന്നു. അതും അത്രയ്ക്കും പൈസയ്ക്ക് ടൈറ്റ് വന്നപ്പോൾ. എന്നിട്ടും ഒന്നും അമ്മയെയും അനിയനെയും അറിയിച്ചില്ല. തന്റെ മുഖം മാറുന്നത് കാണുമ്പോൾ മൃദുല മാത്രം എന്താണ് കാരണമെന്ന് ചോദിക്കും. അവളോട് മാത്രമേ ഇതുവരെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടൊടുവിൽ തന്റെ അധ്വാനവും അവസ്ഥയും ഒന്നും മനസ്സിലാക്കാതെ അമ്മ അനിയൻ മഹേഷിന് വീട് കൊടുക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഉണ്ണികൃഷ്ണന് എതിർക്കാൻ തോന്നിയില്ല. എതിർത്ത് ആ വീട് സ്വന്തമാക്കിയിട്ട് അതിലൊരർത്ഥവും ഇല്ല എന്ന് അവന് തോന്നി. 21 വയസ്സിൽ ഗൾഫിലേക്ക് പറന്നതായിരുന്നു ഉണ്ണികൃഷ്ണൻ. അച്ഛൻ അവരുടെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. പിന്നീട് പല കുടുംബക്കാരുടെയും സഹായം കൊണ്ടാണ് അവർ ജീവിച്ചത്. ഉണ്ണികൃഷ്ണൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ നാട്ടിൽ ഓരോ ജോലികൾ ചെയ്ത് കുടുംബം നോക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരമ്മാവൻ വഴി അവന് ഗൾഫിലേക്ക് പോകാൻ ഒരു ഓഫർ കിട്ടുന്നത്. വീട് രക്ഷപ്പെടുമെന്ന് കരുതി അയാൾ ആ ഓഫർ സ്വീകരിച്ചു. കൺസ്ട്രക്ഷൻ കമ്പനിയിലായിരുന്നു ജോലി. വെയിലേറ്റ് വാടിത്തളർന്ന് അയാൾ ജോലി ചെയ്ത് ഓരോ രൂപയും ഉറുമ്പരിമണികൾ സൂക്ഷിച്ചു വെക്കുന്നത് പോലെ തന്റെ വീട്ടുകാർക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചു. അതയച്ച് വീട്ടിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ വല്ലാതൊരു സംതൃപ്തിയായിരുന്നു അവന്. അങ്ങനെയാണ് ഓല വീട്ടിൽ നിന്ന് ഇപ്പോഴുള്ള 2 നില വീട്ടിലേക്കും അമ്മയുടെ കയ്യിലും കഴുത്തിലും നിറയെ സ്വർണ്ണാഭരണങ്ങളും ഒക്കെ ഇടം പിടിച്ചത്. അനിയന്റെ പഠനവും അയാൾ തന്നെയായിരുന്നു നോക്കി നടത്തിയത്. അങ്ങനെയാണ് ഒരിക്കൽ നാട്ടിൽ വന്നപ്പോൾ അമ്മയുടെ ഒരു ആങ്ങള അവന് വിവാഹം നോക്കുന്നില്ലേ എന്ന് ചോദിച്ചത്. സത്യത്തിൽ ചന്ദ്രമതിക്ക് മകനെ വിവാഹം കഴിപ്പിക്കാനായിരുന്നു വന്നു കയറുന്ന പെണ്ണ്. അവന്റെ പൈസ മുഴുവൻ പിടുങ്ങുമോ എന്നതായിരുന്നു അവരുടെ ഭയം. എന്നാൽ വന്നു കയറിയ മൃദുല ഒരു പാവമായിരുന്നു. 3 മാസത്തെ ലീവിന് വന്നപ്പോഴായിരുന്നു മൃദുലയുടെയും ഉണ്ണികൃഷ്ണന്റെയും വിവാഹം. ആ തവണ പോകുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നു. 2 ഇരട്ട പെൺകുട്ടികളായിരുന്നു അവർക്ക് ജനിച്ചത്. അതിൽ പിന്നെ അവരെ കാണാതെ തനിക്കിരിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥ വന്നു. അങ്ങനെയാണ് അവൻ ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വരുന്നത്. അത് ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അതിന്റെ പേരിൽ അവർ വഴക്കിട്ടു. എന്നാൽ ഉണ്ണികൃഷ്ണൻ അത് അത്ര കാര്യമാക്കിയില്ല. ആ ഇടയ്ക്കാണ് അനിയൻ മഹേഷിന്റെ വിവാഹം ശരിയാകുന്നത്. അയാൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയതുകൊണ്ട് വലിയ കൊമ്പത്ത് നിന്നായിരുന്നു വിവാഹാലോചന. അതും കൂടി ആയപ്പോൾ അവരുടെ കണ്ണ് മഞ്ഞളിച്ചു. പിന്നീട് മൃദുലയ്ക്ക് ആ വീട്ടിൽ വെറും ഒരു ജോലിക്കാരിയുടെ സ്ഥാനം മാത്രമായി. അവളെല്ലാം ഉണ്ണികൃഷ്ണന് വേണ്ടി സഹിച്ചു. അയാൾ ഒരു പാവമാണെന്നും അയാളുടെ മനസ്സ് വേദനിപ്പിക്കരുതെന്നും മൃദുലയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് കവിത വന്നതോടെ എന്തിനും ഏതിനും ചന്ദ്രമതി മൃദുലയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അവളുടെ കുട്ടികളെപ്പോലും അവർക്കിഷ്ടമുണ്ടായിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. മൃദുല പറഞ്ഞില്ല. കവിത ഒരു പ്രത്യേക സ്വഭാവക്കാരിയായിരുന്നു. വെറും സ്വാർത്ഥത മാത്രമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. ടൗണിലെ കണ്ണായ സ്ഥലത്തുള്ള 2 നില വീട് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് അവളുടെ അച്ഛൻ അവളെ പറഞ്ഞ് ചട്ടം കെട്ടിവെച്ചിരുന്നു. അത് പ്രകാരം അവൾ കരുക്കൾ നീക്കാൻ തുടങ്ങി. ആദ്യം മഹേഷിനോട് കാര്യം അവതരിപ്പിച്ചു. അയാളും ഒരാർത്തി പിടിച്ച ആളായിരുന്നു. ഈ സ്ഥലം കിട്ടിയാൽ നമുക്കിവിടെ ഈ വീട് ഇടിച്ചു പൊളിച്ച് ഒരു വലിയ റെസ്റ്റോറന്റ് പണിയാം. അതിനുള്ള പണമെല്ലാം ഡാഡി തരും. എന്നിട്ട് നമുക്കെന്റെ വീട്ടിലോട്ട് മാറാം എന്ന് കവിത പറഞ്ഞപ്പോൾ അത് നല്ല ഒരു ഐഡിയ ആയി മഹേഷിന് തോന്നി. അന്നു മുതൽ അമ്മയെ അയാൾ സോപ്പിടാൻ തുടങ്ങി. കവിതയും അമ്മായി അമ്മയെ കഴുകി വെള്ളം കുടിക്കുന്നത് പോലെ അഭിനയിച്ചു. അവരുടെ അഭിനയത്തിൽ വീണ ചന്ദ്രമതി മൂത്ത മകനും ഭാര്യയും ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ തങ്ങൾക്ക് സുഖമായി ഇവിടെ കഴിയാമെന്ന് കരുതി. അങ്ങനെയാണ് പെട്ടെന്ന് സ്വത്ത് ഭാഗിക്കുന്നതിനെക്കുറിച്ചും ചന്ദ്രമതി ഉണ്ണികൃഷ്ണനോട് പറയുന്നതും. വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങളും മഹേഷിനെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഒരു നിമിഷം ഞെട്ടി. ഒരു ഓല വീടായിരുന്നു അവർക്ക്. അവിടെ നിന്ന് ഈ സ്ഥലം വാങ്ങിയതും ഇതുപോലെ ഒരു വീട് വെച്ചതും തന്റെ വിയർപ്പിന്റെ ഫലമാണ്. അന്ന് കഷ്ടകാലത്തിന് വീട് വാങ്ങിയത് അമ്മയുടെ പേർക്കായിപ്പോയി. അതാണ് താൻ ജീവിതത്തിൽ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റ് എന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷെ അയാൾ അതൊന്നും തിരികെ ചോദിച്ചില്ല. പകരം എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് കരുതി അയാൾക്കെന്നും പറഞ്ഞ് കുന്നുംപുറത്ത് കുറച്ച് സ്ഥലം കൊടുത്തു. അത് മതിയെന്ന് കരുതി ഭാര്യയും വിളിച്ച് അവിടെ ഒരു ചെറിയ വീട് കെട്ടി അങ്ങോട്ടേക്ക് മാറി. സ്വത്തെല്ലാം കയ്യിൽ വന്നപ്പോൾ ഇളയ മകന്റെയും മരുമകളുടെയും ഭാവം മാറി. അവർക്കമ്മ അധികപ്പറ്റായി. ഒരു ദിവസം പെട്ടെന്ന് വീടളന്ന് നോക്കാനും മറ്റു ആളുകൾ വന്നപ്പോൾ ചന്ദ്രമതി ആകെ ഭയന്നു. എന്താണെന്ന് മകനോട് തിരക്കി. അപ്പോഴാണ് അറിയുന്നത് ഈ വീട് പൊളിച്ചു കളഞ്ഞ് ഇവിടെ എന്തൊക്കെയോ പണിയാൻ പോവുകയാണ് എന്ന്. അവർക്ക് എതിർപ്പൊന്നുമില്ലായിരുന്നു. തന്റെ മകൻ വലിയ മുതലാളിയാകുമല്ലോ എന്ന് കരുതി അവർ അതിന് മൗനസമ്മതം കൊടുത്തു. എന്നാൽ അത് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ മകനും മരുമകളും കൂടി അവളുടെ വീട്ടിലേക്ക് താമസം മാറി. ഇവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങാൻ പോവുകയാണ്, അതുകൊണ്ട് ഇവിടെയുള്ളവർ എല്ലാവരും മാറിക്കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. അമ്മയ്ക്ക് വേണ്ടി ഒരു സ്ഥലം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അമ്മയെപ്പോലെ ഒരുപാട് പേര് അവിടെയുണ്ട്. അമ്മയ്ക്ക് അവരോടൊപ്പം സുഖമായിട്ട് താമസിക്കാം.
മഹേഷ് പറഞ്ഞത് കേട്ട് ചന്ദ്രമതിയുടെ നെറ്റി ചുളിഞ്ഞു. വൃദ്ധസദനത്തിൽ അവരെ കൊണ്ടാക്കുന്നതിനെക്കുറിച്ചായിരുന്നു അയാൾ പറഞ്ഞത്. അതറിഞ്ഞതും ചന്ദ്രമതി ബഹളം വെച്ചു. എന്നാൽ മഹേഷ് സ്വന്തം അമ്മയാണ് എന്ന് പോലും നോക്കാതെ അവരുടെ മുഖത്തെ കടിച്ചു. ബഹളം വെച്ചാൽ കൊന്നു കളയുമെന്നും മര്യാദയ്ക്ക് അവർ പറയുന്ന സ്ഥലത്ത് പൊയ്ക്കൊള്ളാനും അവർ ആവശ്യപ്പെട്ടു. ചന്ദ്രമതി ആകെ തകർന്നു പോയിട്ട് തന്റെ മൂത്ത മകനോട് ചെയ്ത ക്രൂരത മുഴുവൻ അവർക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അവനായിരുന്നെങ്കിൽ തന്നെ പൊന്നുപോലെ നോക്കിയേനെയെന്ന് അവർക്ക് തോന്നി. എന്നാൽ ഉണ്ണികൃഷ്ണൻ എല്ലാം അറിഞ്ഞാൽ പ്രശ്നമാകൂ എന്ന് കരുതി മഹേഷ് ഒന്നും അയാളെ അറിയിച്ചില്ല. ആരും അറിയാതെ ചന്ദ്രമതിയെ വൃദ്ധസദനത്തിലേക്ക് മാറ്റി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടിലുള്ള ഒരു സുഹൃത്ത് വഴി തന്റെ വീട് പൊളിച്ചു മാറ്റാനും അവിടെ പുതിയ റെസ്റ്റോറന്റ് ഉണ്ടാക്കാനുമുള്ള ഐഡിയ ഉള്ള കാര്യം ഉണ്ണികൃഷ്ണൻ അറിയുന്നത്. അയാൾ നെഞ്ച് തകർന്നുപോയി. അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ വീട് അങ്ങനെയാക്കാൻ. നന്നായി കൊണ്ടു നടക്കുമെന്ന് വിശ്വസിച്ചാണ് ആ വീട് അനിയന് കൊടുത്തത്. അയാൾക്ക് അതിനെക്കുറിച്ച് ചോദിക്കാതെ ഇരിക്കാനായില്ല. അത് ചോദിക്കാൻ വേണ്ടി അമ്മയെ കാണാൻ അയാൾ പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോഴാണ് മതിലെല്ലാം പൊളിച്ചിട്ടിരിക്കുന്നത് അയാൾ കാണുന്നത്. ഭാഗ്യത്തിന് വീട് പൊളിക്കാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ അമ്മയെ കാണണമെന്ന് പറഞ്ഞു. മഹേഷിനെ വിളിച്ച് ആദ്യം ഒന്നും അമ്മ മഹേഷ് അവിടെയുണ്ട് എന്ന് പറഞ്ഞില്ല. ഒടുവിൽ വൃദ്ധസദനത്തിലാണ് എന്ന് പറഞ്ഞതും ഉണ്ണികൃഷ്ണൻ മഹേഷിന്റെ മുഖത്തടിച്ചു. അയാൾ അവിടെ പോയി അമ്മയെ തിരികെ കൊണ്ടുവന്നു. ചന്ദ്രമതിയുടെ നിർദ്ദേശപ്രകാരം മഹേഷിന്റെ പേരിൽ പരാതി കൊടുത്തു. പാരമ്പര്യ സ്വത്ത് ആയിരുന്നില്ല അത്. അതുകൊണ്ട് തന്നെ മറ്റു പല തെളിവുകളും ഉണ്ടാക്കി ആ വീട് തിരികെ വാങ്ങി ഉണ്ണികൃഷ്ണന്റെ പേരിൽ എഴുതി കൊടുത്തു. ഇത്തവണ ഉണ്ണികൃഷ്ണൻ അതിന് എതിര് പറഞ്ഞില്ല. തന്റെ അധ്വാനത്തിന്റെ ഫലം തനിക്ക് തന്നെ വേണമെന്ന് അയാൾ ഉറപ്പിച്ചു. ഇപ്പോൾ മൃദുലയും അയാളും അമ്മയും ചേർന്ന് അവിടെ താമസിക്കുന്നുണ്ട്. തനിക്ക് മഹേഷ് എന്നൊരു മകനില്ല എന്ന് ചന്ദ്രമതി ഇതിനകം പറഞ്ഞു. പണത്തിനു പുറകെയല്ല, സ്നേഹത്തിനു പുറകെ വേണം പോകാനെന്ന വലിയൊരു പാഠം ചന്ദ്രമതി പഠിച്ചു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.